നമസ്കാരം. രാജ്യത്തെ പാവപ്പെട്ട കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കർഷക നിയമം രാഷ്ട്രീയമായ കാരണങ്ങളാൽ പിൻവലിക്കുവാൻ തീരുമാനിച്ചു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനമെന്നും എതിർപ്പുയരുന്ന 3 നിയമങ്ങളും പിൻവലിക്കുമെന്നും മോദി പറഞ്ഞു. ഗുരുനാനക് ദിനത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. കാർഷിക നിയമങ്ങളിൽ പാർലമെന്റിൽ ചർച്ച നടന്നു. എന്നാൽ ചിലർക്ക് നിയമത്തിന്റെ ഗുണമോ പ്രാധാന്യമോ മനസ്സിലാകുന്നില്ല. നിയമത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുവാൻ സർക്കാർ തീവ്ര ശ്രമം നടത്തി. ഈ നിയമങ്ങൾ ആത്മാർത്ഥമായാണ് സർക്കാർ കൊണ്ടുവന്നതെന്നും മോദി വ്യക്തമാക്കി. കർഷകരുടെ പ്രയത്നം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് താനെന്നും കർഷകരുടെ ക്ഷേമത്തിന് എന്നും മുൻഗണന നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ സർക്കാരിന് സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ മുഴുവൻ കർഷകരുടെ ക്ഷേമത്തിന് പ്രതിജ്ഞാബദ്ധരാണ് കേന്ദ്ര സർക്കാരെന്നും ഏറ്റവും ചെറിയ കർഷകനെ വരെ സംരക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. കാർഷിക ബില്ലിനെ ചിലർ തെറ്റിദ്ധരിപ്പിച്ച് കർഷകരെ തെരുവിലിറക്കിയതിനെ അത്യധികം വേദനയോടെയാണ് കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓരോ കർഷകന്റെയും പരിശ്രമത്തിന് നേരിട്ട് ഗുണം ലഭിക്കണം. അതിനാണ് കാർഷിക ബില്ല് കൊണ്ടുവന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്കിഷ്ടമുള്ള രാജ്യത്ത് ഏത് പ്രദേശത്തും വിൽക്കാനാകണമെന്നും സർക്കാർ ആഗ്രഹിക്കുന്നു. ചിലർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അതിന് നിരന്തരം ബഹളങ്ങളും നടക്കുകയാണ്. സർക്കാർ അതീവ വിനയത്തോടെ അവരോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. സർക്കാരിന്റെ ഓരോ ചുവടുവയ്പും കർഷകർക്കൊപ്പമാണെന്ന് ഉറപ്പു നൽകുന്നു. 3 ബില്ലുകളും ജനങ്ങൾ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ അതിനെ മനസ്സിലാക്കാൻ ഒരു വിഭാഗത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. അതിനാലാണ് 3 ബില്ലുകളും പിൻവലിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞത്. കർഷക ക്ഷേമം ഉറപ്പാക്കിയതിന്റെ ചരിത്ര മുഹൂർത്തമാണ് 1.5 ലക്ഷം കോടി രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയതെന്നും മറക്കരുതെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. साथियों, हमारी सरकार किसानों के कल्याण के लिए, खासकर छोटे किसानों के कल्याण के लिए, देश के कृषि जगत के हित में, देश के हित में, गांव गरीब के उज्जवल भविष्य के लिए पूरी सत्यनिष्ठा से किसानों के प्रति पूर्ण समर्पण भाव से, नेक नियत से ये कानून लेकर आई थी। लेकिन इतनी पवित्र बात, पूर्ण रूप से शुद्ध किसानों के हित की बात, हम अपने प्रयासों के बावजूद कुछ किसानों को समझा नहीं पाए। भले ही किसानों का एक वर्ग ही विरोध कर रहा था, लेकिन फिर भी ये हमारे लिए महत्वपूर्ण था। कृषि अर्थशास्त्रियों ने, वैज्ञानिकों ने, प्रगतिशील किसानों ने भी उन्हें कृषि कानूनों के महत्व को समझाने का भरपूर प्रयास भी किया। हम पूरी विनम्रता से, खुले मन से उन्हें समझाते रहे। अनेक माध्यमों से व्यक्तिगत और सामूहिक बातचीत भी लगातार होती रही। हमने किसानों की बातों को, उनके तर्क को समझने में भी कोई कोर कसर बाकी नहीं छोड़ी। कानून के जिन प्रावधानों पर उन्हें ऐतराज था, सरकार उन्हें बदलने के लिए भी तैयार हो गई। 2 साल तक हमने इन कानूनों को सस्पेंड करने का भी प्रस्ताव दिया। इसी दौरान ये विषय माननीय सर्वोच्च न्यायालय के पास भी चला गया। ये सारी बातें देश के सामने है, इसलिए मैं इनके अधिक विस्तार में नहीं जाऊंगा। साथियों, मैं आज देशवासियों से क्षमा मांगते हुए सच्चे मन से और पवित्र हृदय से कहना चाहता हूं कि शायद हमारी तपस्या में ही कोई कमी रही होगी, जिसके कारण दिए के प्रकाश जैसा सत्य कुछ किसान भाइयों को हम समझा नहीं पाए। आज गुरु नानक देव जी का पवित्र प्रकाश पर्व है। ये समय
किसी को भी दोष देने का नहीं है। आज मैं आपको, पूरे देश को ये बताने आया हूं कि हमने 3 कृषि कानूनों को वापस लेने का, रिपील करने का निर्णय लिया है। इस महीने के अंत में शुरू होने जा रहे संसद सत्र में, इसी महीने में, हम तीनों कृषि कानूनों को रिपील करने की संवैधानिक प्रक्रिया को पूरा कर देंगे। साथियों, मैं आज अपने सभी आंदोलनरत किसान साथियों से आग्रह कर रहा हूं, आज गुरु पर्व का पवित्र दिन है। अब आप अपने अपने घर लौटे, अपने खेत में लौटे, अपने परिवार के बीच लौटे। आइए एक नई शुरुआत करते हैं, नए सिरे से आगे बढ़ते हैं। ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.